വെൽക്കം ടു ചേച്ചീസ് ചാനൽ. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾ രണ്ടാളല്ലേ കണ്ടിട്ടുള്ളൂ. ഇന്ന് പുതിയൊരു അതിഥി ഉണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു വിഷയം ഉണ്ടല്ലോ, മനാഫ് എന്ന് പറഞ്ഞ ആളെ കുറിച്ചിട്ട്. ശിരൂരിൽ അർജുനന് വേണ്ടി അർജുൻ്റെ ലോറിൻ്റെ ഉടമയായ മനാഫ് എന്ന ആ ഒരു മനുഷ്യനെ കഠിനപ്രയത്നം കാരണം അർജുനെ കിട്ടി അവരെ ഫാമിലിയിൽ എത്തിച്ചു കൊടുത്തതിൻ്റെ ശേഷം ആ മനുഷ്യൻ അവിടെ നിന്ന് ഒന്നും അല്ലാത്ത രീതിയിൽ സമൂഹത്തിൻ്റെ മുന്നിൽ കുറച്ച് സമയം നിന്നു. പിന്നീട് അത് പൊതുജനങ്ങൾക്ക് അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതാണ്. നമുക്ക് തോന്നിയത് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള ആ ഒരു കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വ്യക്തി യൂട്യൂബ് ചാനൽ, മനാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് ഏറ്റവും വലിയ വിവാദമായിട്ട് മാറിയത്. അപ്പോൾ യൂട്യൂബ് ചാനൽ, നമ്മളൊരു യൂട്യൂബ് ചാനൽ, എനിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്, ഇപ്പോൾ ചേച്ചി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം യൂട്യൂബ് ചാനൽ കൊണ്ട് എന്താണ് ഗുണമുള്ളത്, എന്താണ് യൂട്യൂബ് ചാനൽ കൊണ്ട്. ഇപ്പോൾ പൊതുവായിട്ട് അവർ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്, അർജുനെ കിട്ടാൻ വേണ്ടിയിട്ടല്ല, ആത്മാർത്ഥമായിട്ട് വേണ്ടിയിട്ടല്ല, പക്ഷേ യൂട്യൂബിലേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നാടകങ്ങളാണ് അവിടെ കണ്ടുകൊണ്ടിരുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴും നമുക്ക് ഈ മനാഫ് എന്ന് പറയുന്ന ആളെ യൂട്യൂബ് ചാനൽ, ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞ പേരിൽ യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൽ കയറി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആ ചാനൽ ഇതുവരെ മോണിറ്റൈസേഷൻ ഒന്നും കിട്ടാത്തൊരു ചാനലാണ്, അതിൽ നിന്ന് ഒരു വരുമാനവും ലഭിക്കാത്തൊരു ചാനലാണ്. അത് എപ്പോഴാണ് തുടങ്ങിയതെന്ന് നോക്കിയാലും മനസ്സിലാവും. എപ്പോഴാണ് തുടങ്ങിയെന്നറിയാം ചേച്ചി? അവിടെ ശിരൂരിൽ അർജുനെ കാണാതായതിൻ്റെ ശേഷം അവിടെ വെച്ചിട്ട് തുടങ്ങിയൊരു ചാനലാണ്. കാരണം ആ സമയത്ത് ശിരൂരിൽ ഒരു മീഡിയാസിനെയും അങ്ങോട്ടേക്ക് കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് പുറം ലോകത്തെ അറിയിക്കാൻ ഈ ഒരു മനാഫ്കാക്ക് ചെയ്യേണ്ടി വന്നതാണ്. അയാൾ അവിടെ എന്തൊക്കെയാണ് നേരിടുന്നതെന്ന് എത്ര പറഞ്ഞാൽ പോലും മനസ്സിലാവാത്തൊരു സാഹചര്യത്തിൽ അത് വീഡിയോ എടുത്തിട്ട് പുറം ലോകത്തെ അറിയിച്ച ഒരു മനുഷ്യനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, യൂട്യൂബ് ചാനലിൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണല്ലോ ഇവർ പറഞ്ഞു വന്നത്, ഈ വീട്ടുകാർ. അപ്പോൾ അതിൽ എനിക്കൊട്ടും യോജിപ്പില്ല. നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? അപ്പോൾ അതൊരു ശരിയായ കാര്യമല്ല. അതിൽ അവർക്കിപ്പോൾ പണമൊന്നും കിട്ടുന്നില്ല. പിന്നെ ആ വെള്ളത്തിൽ കിടക്കുന്ന ലോറിക്ക് മാത്രം 1 കോടിൻ്റെ അടുത്ത് വില ഉണ്ടത്. എനിക്ക് കറക്റ്റ് വാഹനങ്ങളെ വില ഒന്നും അറിയില്ല, എന്നാലും 1 കോടി രൂപേൻ്റെ അടുത്ത് വില ഉണ്ട് പോലും. അങ്ങനത്തെ എത്രയോ ലോറികൾ ഇനിയുമുണ്ട്. ഈ ആൾക്ക് ഇനി ഈ യൂട്യൂബ് വരുമാനം കിട്ടിയിട്ട് വേണമല്ലോ ജീവിക്കാൻ, അത് വേറൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പേ വന്നത് അയാളെ യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അയാൾ എപ്പോഴോ മുതൽ യൂട്യൂബറാണ്. ആ മനുഷ്യന് ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആംബുലൻസിന് വേണ്ടിയിട്ട് വാടക കൊടുക്കാനെന്നോ അങ്ങനെ എന്തൊക്കെയോ ഞാൻ കേട്ടിരുന്നു. കൂടുതൽ അതിനെക്കുറിച്ച് അറിയില്ല. എന്നാലും ഞാൻ പറയട്ടെ, അർജുനെ കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈശ്വർ മാൽപ്പേ വന്നെന്ന് പറയുമ്പം ഈശ്വർ മാൽപ്പേ സ്വന്തം ജീവനാണ് അവിടെ കൊണ്ടുപോയിട്ട് വെള്ളത്തിലിട്ടത്. ആ വെള്ളത്തിൽ അത്രയും അടിയൊഴുക്കുള്ള സമയത്ത് അവിടെ നീന്തി തെരഞ്ഞ് കണ്ടുപിടിക്കുന്നത് സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ്. അങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് ഈ മനുഷ്യൻ അതിലൊലിച്ച് പോയിട്ടുണ്ടെങ്കിൽ അയാൾക്കത് കിട്ടുമോ? അത്ര തീരെ അന്തമില്ലാത്തൊരു മനുഷ്യനായിരിക്കുമോ ഈശ്വർ മാൽപ്പേ? അത്ര പോലും വകതിരിവ് ഈ വീട്ടുകാർ കാണിക്കാത്തതിൽ വിഷമമുണ്ട്. ശരിക്കും നന്ദിയോടെ തന്നെയാണ് കാണിച്ചത് മനാഫ് ഖാനോടും. അവിടെ അത്ര ദിവസം നിന്ന അത്ര ദിവസം ഈ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിന്നിട്ട് നന്ദിയോടെ തന്നെയാണ് കാണിച്ചത്. അങ്ങനെ പറയാൻ തോന്നുന്നത്, എൻ്റെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ അവിടെ ഉറക്കം ഒഴിച്ചിട്ട് 5-6 മാസം നിന്നാൽ അത് എനിക്കും എൻ്റെ ഫാമിലിക്കും വേണ്ടിയിട്ടാണ്. എൻ്റെ അല്ലാത്ത ആരോ വന്നിട്ട് അവിടെ കാവൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവരെ നല്ല മനസ്സാണ്. അതിൽ ശരിക്കും ഈഗോ ആണ് തോന്നുന്നത് ഇവിടെ പ്രശ്നം. അവിടെ വ്യക്തികൾ നമുക്ക് പറയണ്ട, എന്നാൽ ആ വീട്ടുകാരിൽ ചിലർക്ക് ശരിക്കും അസൂയയും കുശുമ്പും അങ്ങനെയൊക്കെ പറയുമല്ലോ, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. മനാഫ്ക എല്ലാവരും മുമ്പിലും അങ്ങോട്ട് പൊങ്ങി പോകുന്ന കണ്ടപ്പോൾ ഇത്രയും ദിവസം അവിടെ ആ വീട്ടുകാരിൽ ചിലരും ഉണ്ടായിരുന്നു. ഒരു പേര് പോലും എവിടെയും മുഖ്യധാരയിൽ വരാത്തത് കൊണ്ടുള്ള ഒരു ചെറിയ ഈഗോ ഇതായിരിക്കും. കാരണം അവരെ പ്രത്യേകം പേരെടുത്ത് പറയാത്തത് ആ വീട്ടിലത്തെ ബാക്കിയുള്ള ആളുകളാണ്. അവരെ പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ. പക്ഷേ എത്രയോ ലോറി ഉടമകളോ അല്ലെങ്കിൽ ഓരോ കമ്പനിയിലെ
വർക്ക് ചെയ്യുമ്പം മരണപ്പെട്ടു പോയവരൊക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഏത് കമ്പനിക്കാരാണ് ഇത്രയും പ്രവർത്തിച്ചിട്ടുണ്ടാവുക എനിക്കറിയില്ല. 71 ദിവസമൊക്കെ ഊണും ഉറക്കമില്ലാതെ അവിടെ തന്നെ പോയി നിന്ന് അത് കിട്ടുന്നത് വരെ ഒരുപാട് പ്രയത്നിച്ച ഒരു മനുഷ്യനല്ലേ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്. ഇവർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞോ. ഈ ചേച്ചീൻ്റെ ചാനൽ ഞാൻ കയ്യേറി എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എൻ്റെ പരിപൂർണ്ണ സമ്മതത്തോടുകൂടി ഞാൻ നിങ്ങളോട് ഈ എന്തെങ്കിലും സംസാരിക്കും. കാരണം ചേച്ചീൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ലായതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഡിസ്ലൈക്ക് ചെയ്യുക. അല്ലേ ചേച്ചി? സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം. എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നിയിട്ടുള്ളത്? അതിപ്പം മിണ്ടാൻ അടുത്ത വീഡിയോയിലൊക്കെ മിണ്ടി തുടങ്ങും. അപ്പം പുതിയതായിട്ട് കൂടിയത് 2 ദിവസമായിട്ടുള്ളൂ. അല്ല പറയട്ടെ, ഇപ്പം ഈ വീഡിയോ നിങ്ങൾ ഒരാളെ കാണുന്നെങ്കിൽ ആ ഒരാൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ മലയാളികളെ കൂട്ടത്തിലാണ് ഇത്ര ഐക്യവും എല്ലാം കാണിക്കുന്ന ആളുകളുള്ളത്. പക്ഷേ ഇനി ഒരാൾക്ക് അപകടം പറ്റുമ്പോൾ മുന്നോട്ട് വരാത്ത രീതിയിൽ ഉള്ള ആ ഒരു മനോഭാവം ഇവർ കാണിച്ചതുകൊണ്ട് തന്നെ അത്ര ആത്മാർത്ഥമായി ചെയ്ത ആൾക്ക് ഒരു വിലയുമില്ല. അയാളവിടെ 75,000 രൂപ സാലറി ഉണ്ട് എന്ന് കള്ളം പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അയാളെ ചിന്തയിൽ ഒരു മനുഷ്യന് 75,000 രൂപ സാലറി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ഇപ്പോൾ ഈ അർജുന് 30 വയസ്സാണ്. 30 ടു റിട്ടയർഡ് ആവാൻ എത്ര കാലമുണ്ട്? അത്ര കാലത്തിൻ്റെ ഇടയ്ക്ക് എത്ര സാലറി വാങ്ങിക്കാൻ പറ്റും? അതെല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ടാണ് കമ്പനി ഇൻഷുറൻസ് കൊടുക്കുക. ഈ ഇൻഷുറൻസ് അർജുൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, അതായത് അർജുൻ്റെ മോനെങ്കിലും ഉദ്ദേശിച്ചിട്ടാണ് മനാഫ്ക ഇത്ര ആ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ലോജിക്കോടും കൂടി ചിന്തിക്കാതെ അവരങ്ങനെ പറഞ്ഞ് നടക്കുകയാണ്. ഇവർക്ക് നാണക്കേടാണ് മറ്റേതാണെന്നൊക്കെ പറയുന്ന ഫാമിലിനോട് ശരിക്കും പുച്ഛം തോന്നുന്നുണ്ട്. കാരണം അർജുനോടുള്ളൊരു സഹതാപം ബാക്കി ആരും അർഹിക്കുന്നില്ല. പിന്നെ അത്ര ഒരുപാട് ആളുകളെ പ്രാർത്ഥനയും കൂടെ ഉണ്ടായിരുന്നു അർജുൻ്റെ കാര്യത്തിൽ. പിന്നെ ആരെയും ഒരു ഔദാര്യം വേണ്ടെന്നുള്ള രീതിയിലാണ് ഈ ഫാമിലി സംസാരിച്ചത്. അങ്ങനെ ഔദാര്യം വേണ്ടാത്ത ആളാണെങ്കിൽ ആ ജോലി കൂടെ വേണ്ടാന്ന് വെക്കുന്നതായിരിക്കും നല്ലത്. ആ ജോലി വേണ്ട. എന്തിനാ ഇതൊക്കെ പൊതുജനങ്ങളെ നികുതി പണത്തിൽ നിന്ന് തന്നെയാണ് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും കൂലിയായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഔദാര്യം വേണ്ടെങ്കിൽ അതുകൂടെ കാണിക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇവിടെ നിർത്തട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.